ചേട്ടാ, നമ്മൾ ഈ പെണ്ണുപിടിയൻ MLA കഥയാണല്ലോ ഇപ്പോൾ ചർച്ച. പക്ഷെ പെണ്ണുപിടിയന്മാരായ 2 ജഡ്ജിമാരെങ്കിലും കേരളത്തിലുണ്ട്. ഒരു ജഡ്ജിൻ്റെ പേര് ഉദയകുമാർ എന്നാണ്, B. ഉദയകുമാർ. കൊല്ലത്തെ കുടുംബ കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഒരു പരാതിക്കാരി, കുടുംബ കോടതി പക്ഷേ ഡിവോഴ്സ് കേസൊക്കെ ആയിരിക്കാം, പരാതിക്കാരി ചേംബറിൽ വന്നപ്പോൾ അവരെ കയറി പിടിച്ചു. പരാതിക്കാരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന് പരാതി എഴുതി കൊടുത്തു. ഉടനെ തന്നെ ഇയാളെ MA സിറ്റിയിലേക്ക് മാറ്റി. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. ഹൈക്കോടതി ജുഡീഷ്യൽ സൈഡിൽ നിന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് അന്വേഷിക്കണം, നാളെ റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കോഴിക്കോട് ഇതുപോലെ ഒരു ജഡ്ജി ഒരു കോടതി ജീവനക്കാരെ കയറി പിടിച്ചു. കോടതി സ്റ്റാഫ് സമരം ചെയ്തു. അത് അയാളെ 6 മാസം സസ്പെൻഡ് ചെയ്തു. 6 മാസം കഴിഞ്ഞ് തിരിച്ചെടുത്തു. ഹൈക്കോടതി ജഡ്ജി നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ MLA രാഷ്ട്രീയക്കാരൊക്കെ പെണ്ണുപിടിക്കുന്ന ചർച്ചയാക്കുന്നു. പക്ഷേ ഇവരെയൊക്കെ രക്ഷിക്കേണ്ട, ഇവരുടെയൊക്കെ പ്രശ്നം വന്നാൽ ഈ പീഡിപ്പിക്കപ്പെടുന്ന ഇരകളെ സഹായിക്കേണ്ടുന്ന ജഡ്ജിമാർ പെണ്ണുപിടിയന്മാരായാൽ നമ്മൾ കാണുന്നില്ല, മിണ്ടുന്നില്ല, വാർത്ത പോലും ആവുന്നില്ല. അല്ല, ഒരു മിനിമം വാർത്തയൊക്കെ ആയി ഇത്. ബട്ട് MLA കാര്യത്തിലൊക്കെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും, അവർ പൊതുപ്രവർത്തകരായതുകൊണ്ട്. പക്ഷെ അതിനേക്കാളും ഗ്രാവിറ്റി ഇതിനല്ല, മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഗ്രാവിറ്റി രണ്ടും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അല്ലെ, MLA പീഡിപ്പിച്ച കോടതി പോവാം, കോടതി പീഡിപ്പിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? കോടതിയിൽ തന്നെ പോകും. അങ്ങനെയാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. മുകളിലുള്ള കോടതിക്ക് പരാതി കൊടുക്കും. അത് കേസ് പോലും കൊടുക്കണമെന്നില്ല, പരാതി കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ വുമനൈസർ എന്നാണ് ഇത്തരം ആൾക്കാരെ വിളിക്കാറുള്ളത്. അതായത് അവർ ബലാത്സംഗത്തിനൊന്നും പോവില്ല. അവരിങ്ങനെ ഓരോ സ്ത്രീയെ വശീകരിക്കാൻ നോക്കും. കിട്ടുന്നതാണെങ്കിൽ കൂടെ കൊണ്ടുപോകും, കിട്ടാത്തതാണെങ്കിൽ അവർ വഴക്കിനും പരാതിക്കും ഒന്നും പോവില്ല, അവരവരുടെ പാട്ടിനും വിടും. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് സ്ത്രീകളുടെ ഒരു ക്യാരക്ടർ കൂടെ ഇൻവോൾവ് ആയിരിക്കുന്നു. ഒരു മെസ്സേജ് അത് ഇത് വന്നു കഴിയുമ്പോൾ പ്രഥമ ദൃഷ്ട്യ ന്യൂട്രൽ എന്ന് തോന്നുന്നൊരു മെസ്സേജിന് റിപ്ലൈ അയച്ചാണ് ഇത് തുടങ്ങുന്നത്. ബട്ട് ഈ ഒരു സ്വഭാവ ദാർഢ്യമുള്ള സ്ത്രീക്കാണെങ്കിൽ ഈ ന്യൂട്രൽ മെസ്സേജ് കണ്ടാൽ തന്നെ ഇയാളെന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, വെറുതെ ഒരു ഹലോ ആണ് അയച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ വൈ ഷുഡ് ഈ സെൻഡ് ദാറ്റ് ഹലോ? അവരതിന് റിപ്ലൈ ചെയ്യില്ല. വീണ്ടും അയാളുടെ ഹലോ വന്നു കഴിഞ്ഞാൽ ഇവർ ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്കിംഗ് ഓപ്ഷൻ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് സായിപ്പ്. ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, ഏത് സ്ഥലത്തും. ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരരുതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. അത് പക്ഷേ അതൊരു വല്ലാത്തൊരു ദുർബലമായ വാദമല്ലേ? ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ബ്ലോക്ക് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, എന്നോട് മോശമായി പെരുമാറരുത്, രാത്രിയിൽ പെൺകുട്ടികൾ വഴിയിലിറങ്ങി നടക്കരുതെന്ന് പറയുന്ന പോലെയാണ്. അല്ല, രാത്രി നടക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, രാത്രി പോകാതിരുന്നാൽ പോരെ എന്ന് പറയുന്ന പോലല്ലേ ബ്ലോക്ക് ചെയ്താൽ പോരെ എന്ന് പറയുന്നത്? ഈ മെസ്സേജുകളൊക്കെ പ്രൈവറ്റായിട്ട് വരുന്നതാണില്ല, പബ്ലിക് മെസ്സേജുകളല്ല, പ്രൈവറ്റായിട്ട് വരുന്ന മെസ്സേജുകളാണ്. പ്രൈവറ്റ് മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യല്ലാതെ അതിന് പരിഹാരമില്ല. നിങ്ങളുടെ പിന്നാലെ ഒരാൾ നടന്ന് ശല്യം ചെയ്യുന്നു, നിങ്ങൾക്കും അയാൾക്കും ഇടയിൽ ഒരു വാതിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വാതിലടച്ചങ്ങ് കുറ്റിയിടുക. അയാൾക്ക് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. എൻ്റെ പിന്നാലെ വരരുത്, എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് താല്പര്യമില്ല, എനിക്ക് യാതൊരു താല്പര്യമില്ല ഇത്തരം കാര്യങ്ങളിൽ എന്ന്. അത് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. ഒരു ബസ്സിൽ സുനിൽ നോക്കിക്കോ, ഒരാൾ മനഃപൂർവ്വം സ്പർശിച്ചാലും അറിയാതെ സ്പർശിച്ചാലും സ്പർശിക്കപ്പെട്ട സ്ത്രീക്ക് ഇത് മനസ്സിലാവും, മനഃപൂർവ്വമാണോ അറിയാതെയാണോ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ പ്രകൃതി ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നു. ആണുങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ വഴക്കുണ്ടാക്കാനായിട്ട് നമ്മളെ ഒന്ന് ഒരസിയിട്ട് പോകുന്നു, അറിയാതെ ഒരസിയിട്ട് പോകുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഞാൻ സുനിലിനോട് പറയും, അവനൊന്ന് മുട്ടിയിട്ട് പോയല്ലോ സുനിൽ. ഞാൻ ശ്രദ്ധിച്ചു, അവൻ്റെ പോക്കത്ത് ശരിയല്ല. അപ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടും, ഇവന് വഴക്കിനുള്ള തുടക്കമാണ്. പിന്നെ ആ വഴക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. തൊലഞ്ഞു പോട്ടെ, വെറുതെ പോകാം, മിണ്ടട്ട എന്ന് വിചാരിക്കും. ബാക്കിയുള്ളവർ സ്പീഡിൽ നടന്നു പോയിട്ട് എന്താ കാര്യം, എന്താ നിങ്ങളെന്നെ മുട്ടാൻ എന്താ കാര്യം, അവിടെ അങ്ങ് തുടങ്ങുകയാണ് വഴക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും തിരിച്ചറിയാം. ഈ മെസ്സേജിൻ്റെ സ്വഭാവം, അതിൻ്റെ കൂടെയുള്ള സ്മൈലി, ഇതെല്ലാം അറിയാം. അതേസമയം സ്ത്രീകളിലും ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താ പേര്, അതിനില്ല ഇംഗ്ലീഷിലൊരു പേര്, ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള പുരുഷന്മാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. അത് ലുക്ക് കണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജാണ്.
രാഹുൽ മങ്കൂട്ടത്തിൽ അതേ അല്ല പുള്ളി ഇപ്പോൾ ഞാനിപ്പോൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് മറുപടി അയക്കും. ഞാനിപ്പോൾ വിളിച്ചെടുക്കും. ഇപ്പോൾ വിളിച്ചാൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ മെസ്സേജ് അയക്കും. പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ടി വിയിൽ ഇപ്പോൾ കാണുന്നില്ലേ, നോക്കിക്കോ അതിനപ്പം തന്നെ മറുപടി വരും. ഇങ്ങനെ ഇതൊരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കുന്ന പെൺകുട്ടികൾ അവർക്കും വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ഒരു സെലിബ്രിറ്റിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് 4 കൂട്ടുകാരോടൊക്കെ പറയുക, ഒരു സന്തോഷം. ഇത് പലപ്പോഴും പിന്നീട് എവിടെയെങ്കിലും വെച്ചിട്ട് അതിര് കടന്നൊക്കെ പോകും. അതിര് കടന്ന് പോകുമ്പോൾ ഈ പറഞ്ഞ MLA ആണെങ്കിലും അങ്ങേരും ഇത് ചെയ്യുമ്പോൾ ഈ പറയണ മാതിരി വലിയ ദുരുദ്ദേശമൊന്നുമില്ല. അത് പോയി അങ്ങ് പെട്ടുപോകുന്നതാണ്. അതാണ് പ്രായത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രത്യേകത. ആളുകളെ ഇതിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ളതാണ് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ പോയി പെടുന്നതാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ ഈ ചേട്ടൻ പറഞ്ഞത് ഒരു വാദത്തിന് ഞാൻ സമ്മതിക്കാം. എനിക്ക് പൂർണ്ണമായി യോജിപ്പൊന്നുമില്ല, ഞാൻ അവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. പക്ഷെ ജുഡീഷ്യറിയിൽ ഇത്തരം പുഴുക്കുത്തുകൾ വരുന്നു. പ്രത്യേകിച്ച് ഫാമിലി കോർട്ടിൽ സ്ത്രീക്ക് നീതി കൊടുക്കേണ്ട കോടതിയാണ്. റീസെൻ്റ്ലി കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നത്. ബംഗാളിലെ ഒരു കുടുംബ കോടതിയിൽ അവിടെ വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീ, 2 മക്കളായ സ്ത്രീയാണ്. അവരും ഭർത്താവും തമ്മിൽ കലഹം, അതിന് 110 കാരണങ്ങളൊക്കെ ആയിട്ട് ഇത്. അപ്പോൾ ഈ ഓരോ അവധിക്ക് വരുമ്പോഴും ഈ സ്ത്രീ പ്രൈവറ്റായിട്ട് ജഡ്ജിയെ കാണും. സാർ ഈ കേസ് വേഗം തീർക്കണം അത് എന്നൊക്കെ പറയാനായിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ട് ഇവരടുപ്പത്തിലായി. ഈ ജഡ്ജിയുടെ വീട്ടിൽ പതിവായിട്ട് ഈ സ്ത്രീ പോകാൻ തുടങ്ങി. ജഡ്ജി ആവശ്യത്തിന് ഇവരെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ പോയി പണി നോക്കുമെന്ന് പറഞ്ഞു. വിവാഹമോചനം കിട്ടുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ നമ്മുടെ പതിവ് കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജഡ്ജിയുടെ പേരിൽ കേസ്. ആ കേസ് മുന്നോട്ട് പോയിട്ടാണ് സുപ്രീം കോടതിയിൽ വന്നത്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് 52 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് ഈ 52 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്, നിങ്ങൾക്ക് കേസ് നടത്താനറിയാം, നിങ്ങൾ വക്കീലിനെ 2 തവണ മാറ്റി സമർത്ഥനായ വക്കീലിനെ വയ്ക്കും, ഇങ്ങനെയെല്ലാം എല്ലാ റിസോഴ്സസും കയ്യിലുള്ളൊരു സ്ത്രീയാണ്, വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. എന്നിട്ട് യു ഹാഡ് ആൻ ഇലിസിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ സിറ്റിംഗ് ജഡ്ജ്. ആ സിറ്റിംഗ് ജഡ്ജ് ഇപ്പോൾ റിട്ടയറായിപ്പോയി. കേസ് സുപ്രീം കോടതി വരെ എത്തുന്നതിനിടയ്ക്ക് അയാൾ റിട്ടയറായി. അയാളുടെ വീട്ടിലെ ഒരു സെക്യൂരിറ്റിയും പിന്നെ ജഡ്ജിക്ക് ഒരു അസിസ്റ്റൻ്റ് സർക്കാർ തന്നെ കൊടുക്കും. ഈ സെക്യൂരിറ്റിയുടെയും അസിസ്റ്റൻ്റെയും ജോലിയാണ് എല്ലാ ദിവസവും ഓരോ സ്ത്രീയെ ആ വീട്ടിലെത്തിക്കുക എന്നുള്ളത്. ഇവർ 2 പേരും മൊഴി കൊടുത്തിട്ടുണ്ട് കീഴ്ക്കോടതിയിൽ, ഞങ്ങളാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ത്രീയെയും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 തവണ ഈ സ്ത്രീയെ കൊണ്ടുവരും. ബാക്കി 5 ദിവസം വേറെ 5 സ്ത്രീകളെ ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? സാറ് പറയും ഇന്ന സ്ഥലത്ത് പോവുക, അവിടെ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവരും. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇദ്ദേഹം പറയുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ ആളുകൾ ഇറങ്ങി വരും, വണ്ടി കയറിയിരിക്കും, ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ 2 പേരും, അയാൾ വണ്ടി ഓടിക്കും, ഞാൻ കൂടെ ഇരിക്കും. ഈ പരിപാടിയായിരുന്നു. ഹി വാസ് എ പക്ക വുമനൈസർ ജഡ്ജ്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു സ്ത്രീ മാത്രമാണ് പരാതിക്കാരി. നിങ്ങൾക്ക് നന്നായിട്ടറിയാമായിരുന്നു നിങ്ങൾ നടത്തുന്ന കലാപരിപാടി ശരിയല്ല എന്ന് നന്നായിട്ടറിയാമായിരുന്നു. വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറയുന്നത് അത് ആർക്കും കൊടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനം കേട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ പോകുന്നത്? ഇത് സുപ്രീം കോടതി മാത്രമല്ല, ഇപ്പോൾ സകല കോടതികളും ചോദിക്കാൻ തുടങ്ങി. വിവാഹ വാഗ്ദാനം, എന്നെ കല്യാണം കഴിക്കുമോ? കല്യാണമൊക്കെ കഴിക്കാം, ഉറപ്പാണല്ലോ. ഉറപ്പ്, നീ ആ വാതിൽ കുറ്റിയിട്ടിട്ട് ഇങ്ങോട്ട് പോവാം. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ആൻഡ് ദെൻ യു സേ ദാറ്റ് വിവാഹ വാഗ്ദാനം. അതിൽ ഒരു തുല്യമായ പങ്ക് ഇവർക്കും വരുന്നു. ഈ ചാറ്റൊക്കെ നടത്തി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ എന്താ ഇത് ചാറ്റിൻ്റെ തലത്തിൽ നിൽക്കുകയാണ്. ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഒരു MLA കൊണ്ട് രാജിവെപ്പിക്കാൻ എല്ലാവരും കൂടെ പുറപ്പെട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ സൈഡിൽ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്ഭുതമൊന്നുമല്ല. സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റി പരാതി വന്നിട്ടില്ലേ? രഞ്ജൻ ഗൊഗോയ് പരാതി വന്നു. രഞ്ജൻ ഗൊഗോയെ പറ്റി പരാതി വരുത്തിയ മഹാന്മാർ കോൺഗ്രസ്സിലും പിന്നെ വലിയ വക്കീലന്മാരും ഒക്കെയാണ്. അതിന് കാരണം ഈ രാമക്ഷേത്രത്തിൻ്റെ വിധിയായിരുന്നു.
ആ വിധി പറയാനായിട്ട് ആര് അതിൻ്റെ വാദം കേൾക്കാൻ ഹിയറിങ് തുടങ്ങാൻ സമ്മതിക്കുന്നോ ആ ജഡ്ജിയുടെ പേരിൽ ഉറപ്പായിട്ട് ലൈംഗികാരോപണം വരും. ദീപക് മിശ്ര ഈ കേസെടുത്തിട്ട് പണ്ടേ ഡിസ്പോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു. അങ്ങേര് ഡേ ടു ഡേ ഹിയറിങ് വയ്ക്കാമെന്ന് പറഞ്ഞു. അത് വെച്ചതോടെ ദീപക് മിശ്രയെ പറ്റി അത് ഈ ആരോപണമായിരുന്നില്ല, അങ്ങേരുടെ ആരോ ഒറീസയിൽ തൂങ്ങിച്ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിങ്ങേര് കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞൊരു സംസാരമൊക്കെ തുടങ്ങിയൊരു വാർത്തയൊക്കെ വന്ന് അങ്ങനെ പുള്ളി ആ കേസ് തൊട്ടില്ല. പിന്നീടാണ് രഞ്ജൻ ഗൊഗോയി തൊടുന്നത്. രഞ്ജൻ ഗൊഗോയ്ക്ക് മുമ്പ് ഗാംഗുലി, ജസ്റ്റിസ് ഗാംഗുലിയുടെ പേരിൽ, അത് മലയാളി സ്ത്രീയായിരുന്നു, അവർ പരാതി കൊടുത്തിരുന്നു ഗാംഗുലിയുടെ പേരിൽ. ഇതൊന്നും നിന്നില്ല. അവർ ഇൻറ്റേർണൽ കമ്മിറ്റി വെച്ച് പരിശോധിച്ചിട്ട് ഇതിൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻറ്റേൺസാണ് പരാതി കൊടുക്കുന്നത്. ജഡ്ജിമാരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻറ്റേൺസ് അവരെ കൊണ്ട് കൊടുപ്പിക്കുകയോ അതോ യഥാർത്ഥത്തിൽ സംഭവിച്ചോ ആർക്കും അറിയില്ല. ബട്ട് സുപ്രീം കോടതിയുടെ പ്രൊസീജിയർ അനുസരിച്ച് അവരൊരു ഇൻറ്റേർണൽ കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കുന്ന സത്യാവസ്ഥ, എന്നിട്ട് അതിൽ സത്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ബട്ട് ബൈ ദ ടൈം ഇങ്ങരുടെ പേര് ചീത്തയാവും. അപ്പോൾ ഈ കേരളത്തിലെ കുടുംബ കോടതി എവിടെ കിടക്കുന്നു, സുപ്രീം കോടതി എവിടെ കിടക്കുന്നു, അവരുടെ പേരിൽ വരെ ഈ ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ ഇത് ശരിക്കും ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ രണ്ട് കോഴിക്കോട്ടെയും ചവറ കുടുംബ കോടതിയിലെയും സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് ഹൈക്കോടതി നടപടി ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അതും നമ്മൾ ഈ ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ ലോവർ ജുഡീഷ്യറിയിൽ ഇത് വ്യാപകമായി നടക്കുന്നുണ്ടാവും. രണ്ട് പരാതിയേ വന്നിട്ടുള്ളൂ, ഉണ്ടാവാം, രണ്ടെണ്ണം വന്നുള്ളൂ. അതുകൊണ്ട് രണ്ടെണ്ണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് സത്യത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ടതല്ലേ? പക്ഷേ ഈ രണ്ടെണ്ണം തന്നെ സത്യമാണെന്ന് എങ്ങനെ പറയാം? ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുരുഷനെ ചീത്തയാക്കാൻ പറ്റും. ഈ ബേസിക് സാധനം ഞാൻ മനസ്സിലാക്കുന്നത് 1974 കേരള ഹൈക്കോടതി റിട്ടയറായ ജസ്റ്റിസ് സദാശിവൻ അദ്ദേഹം എഴുതിയ കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. NBS പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാനത് വായിക്കുന്നത്, 1974. അതിൽ അദ്ദേഹം അന്നത്തെ IPC വെച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുരുഷൻ കുടുങ്ങിയത് തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്. ഇന്നിപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു. ജസ്റ്റിസ് സദാശിവൻ ഈ പുസ്തകം എഴുതുന്ന കാലത്ത് റേപ്പ് മാത്രമാണ് കുറ്റകരം. റേപ്പ് പോലും പെട്ടെന്ന് വിട്ടുപോകും. ഈ ഒരു ലോകപ്രശസ്തമായ ആർഗ്യുമെൻ്റാണ് യു കനോട്ട് ത്രെഡ് എ മൂവിങ് നീഡിൽ. അതെ, ആ ആർഗ്യുമെൻറ്റിൽ ഇത് പല റേപ്പ് കേസും ഇല്ലാതെ പോകും. ഇതല്ലാതെ തോണ്ടി പിച്ചി പുറകെ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ സ്റ്റാക്കിങ് ഇതൊന്നും കുറ്റകരമല്ല, അല്ലേ? ഇതൊന്നും അന്ന് കുറ്റകരമല്ല. എന്നിട്ട് പോലും ജസ്റ്റിസ് സദാശിവൻ എഴുതി വെച്ചു, ഒരു സ്ത്രീ ഒരുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പുരുഷൻ കുടുക്കിലാകും ക്രിമിനൽ കേസ്. ഇപ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഈ രണ്ട് ജഡ്ജിമാർ ശരി, പ്രഥമ ദൃഷ്ടിയായി ഇപ്പോൾ ഇങ്ങനൊരു പരാതി വന്ന സ്ഥിതിക്ക് ഹൈക്കോടതി രജിസ്ട്രാർ അവരെ മാറ്റി വേറെ ഡ്യൂട്ടിയിലിട്ടു, MSCTയിലിട്ടു, ഇതൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ ക്യാൻ യു സേ ദാറ്റ് റിയലി ദീസ് തിങ്സ് ഹാപ്പൻ? നമ്മളൊരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ 100% അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും പുരുഷൻ നിലവിളിച്ചു കഴിഞ്ഞാൽ തലയിൽ കൈവച്ച് നിലവിളിച്ചാൽ പോലും അവനെ ആരും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ സ്ത്രീകൾ അപ്പോഴും പറയുന്നത് സ്ത്രീക്ക് നീതി കിട്ടുന്നില്ലെന്നാണ്. പരിഗണന മുഴുവൻ സ്ത്രീ അല്ല, ഒരു രീതിയിൽ അവർ പറയുന്നത് ശരിയാണ്. കാരണം നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥ വെച്ചിട്ട് അവരൊരു ഡിസഡ്വാൻറ്റേജ്ഡ് പൊസിഷനിലാണ് സ്ത്രീകൾ. കാരണം ഒരാളെപ്പറ്റി പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ സ്ത്രീയെ ചീത്ത സ്ത്രീയായിട്ട് ആൾക്കാർ, നമ്മൾ പോലും ഉണ്ടല്ലോ, ഒരു പരാതി കൊടുത്ത പെൺകുട്ടി, ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കേസുണ്ട്. അവർ ഒരു കല്യാണാലോചന പെൺകുട്ടിയുടെ വീട്ടുകാർ നടത്തുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇയാൾ ഈ പെൺകുട്ടിയെ പറ്റി ഒരു എൻക്വയറി നടത്തുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഉറപ്പായിട്ടില്ല, കൺസിഡറേഷനിലാണ്. ഈ പെൺകുട്ടി ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റയിലില്ല, ട്വിറ്ററിലില്ല, എങ്ങുമില്ല. അപ്പോൾ ഇയാൾക്ക് അത്ഭുതം, ഇന്നത്തെ കാലത്ത് ഇതിലെങ്ങും തന്നെ ഒരു പ്ലാറ്റ്ഫോമിലും ഇല്ലാത്ത പെൺകുട്ടിയാണ്. അയാൾ എന്ത് ചെയ്തു, ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്തു ഈ പേര് വെച്ചിട്ട്. പല റിസൾട്ട് വന്നതിൽ ഈ പെൺകുട്ടിയുടെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റ്, ആ ജഡ്ജ്മെൻറ്റ് വാസ് ഗോയിങ് അഗൻസ്റ്റ് ദിസ്. വേറൊരു
പുരുഷനുമായിട്ടുള്ള ബഹളം അത് ഇതൊക്കെയായിരുന്നു ജഡ്ജ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി വൈ ഷീ ഈസ് നോട്ട് ദെയർ ഇൻ സോഷ്യൽ മീഡിയ. കാരണം അന്ന് ഈ കേസും കൂട്ടുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മുതിർന്നവർ പറയുമല്ലോ, നിർത്തിക്കോളാം നിൻ്റെ ഫേസ്ബുക്കും തേങ്ങാക്കൊലയല്ല, അങ്ങനെയെല്ലാം കൂടെ നിർത്തിയതാണ്. ബട്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വെബ്സൈറ്റിൽ നിർത്തി കളയാൻ പറ്റില്ല. അത് റെഫറൻസുള്ള അത് ഗൂഗിളിൽ നിന്ന് കിട്ടി, ഇയാൾ വായിച്ചു, ഇയാളെടുത്ത് വീട്ടുകാരെ കാണിച്ചതായി ഇതാണ് പെൺകുട്ടി, വേണ്ടെന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മരണം വരെ നിലനിൽക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കായിട്ട് മാറുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചുമാണ് സമൂഹം ചിന്തിക്കുന്നത്. ശരി, അത് അന്ന് കഴിഞ്ഞല്ലോ, അത് ആ കേസ് കൊടുത്തു, അവൻ കുറ്റക്കാരനല്ല എന്നല്ലേ കോടതി വിധി വന്നു എന്ന് പറയും. അപ്പോൾ പുരുഷന് ഒരു അനുകൂലിക്കുക. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നതിനകത്ത് കഴമ്പുണ്ട്. ബിക്കോസ് നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് ഇപ്പോഴും പുരുഷൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഏതായാലും നമ്മുടെ 2 ജഡ്ജിമാരെ കുറിച്ചാണ് നമ്മളിപ്പോൾ വർത്തമാനം പറഞ്ഞത്. അതിൽ ഒരാളുടെ കാര്യം നാളെ വരുന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ട് അനുസരിച്ച് ചവറയിലെ കുടുംബ കോടതി ജഡ്ജിയായിരുന്ന ആളുടെ കാര്യം അറിയാം. മറ്റത് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കുകയാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. അല്ല, ആ വിവരം കിട്ടാതൊന്നും ഇരിക്കില്ല. അത് ഹൈക്കോടതി രജിസ്ട്രാർ അത് സത്യസന്ധമായിട്ട് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തും. അതിൻ്റെ റിസൾട്ടും വരും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ജുഡീഷ്യറിയിൽ വളരെ സ്ട്രോങ് ആയിട്ടും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള അന്വേഷണം നടപടിയുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.